എല്ലാവരും പ്രിയപ്പെട്ട മൈത്രയാണ് എന്നോടൊപ്പം. മൈത്ര, നമസ്കാരം. സ്വന്തം മകളെ ജനിപ്പിച്ചു. ആ മകളെ 20 വയസ്സ് കഴിഞ്ഞ് വളർത്താൻ ത്രാണിയില്ലാത്ത നിങ്ങൾ എന്തൊരു തന്തയാണ്. കുറിയിടുന്നവനും നെറ്റിക്ക് തഴമ്പുണ്ടാക്കി നടക്കുന്നവനും എല്ലാം ഇതേപോലെ തന്നെ ചിഹ്നങ്ങൾ ഇട്ടിട്ടാണ് നടക്കുന്നത്. അത് മറ്റുള്ളവരെ അറിയിക്കണം, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നതല്ല. യൂദാസിന് എന്താണ് പള്ളിയില്ലാത്തത്? യൂദാസ് ഒറ്റി കൊടുത്തവനല്ലേ? ആ ഒറ്റി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഈ പ്ലാൻ നടക്കുവോ? വെട്ടുകത്തി മഴുവരിയൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കാനല്ല ആ അമ്പും മില്ലും. എടാ, സ്നേഹിക്കാൻ ഒരു ദൈവത്തിനെ കണ്ടുപിടിക്കാൻ കഴിയില്ലാത്തതാണ് ഈ ഇന്ത്യക്കാരൻ. ഒറ്റ ദൈവം കൊണ്ടുള്ളൂ സ്നേഹിക്കാനായിട്ട് ഇവിടെ ഇന്ത്യക്കാരുണ്ടെങ്കിൽ. കുത്തിപ്പോക്കാനും വെട്ടിക്കൊല്ലാനും കൊടലുമാല വലിച്ചു കീറി തിന്നാനും എന്തൊരു പ്രാകൃത ദൈവങ്ങളെയാണ് ഇവനൊക്കെ കണ്ടുപിടിച്ചത്. ഇത് 10 എണ്ണവും കൊല്ലാനുണ്ടായി. ഒരുത്തൻ മാത്രമാണ് കലപ്പയും കൊണ്ട് നടക്കുന്നത്. അവനെ ആണെങ്കിൽ ആരും ആരാധിക്കുന്നില്ല. ബാലരാമൻ എന്ന് പറഞ്ഞൊരു ഒരുത്തനുണ്ട്. അപ്പൊ വായിച്ച പുസ്തകങ്ങളില് ഖുറാനാണോ ഭഗവത്ഗീതയാണോ ബൈബിളാണോ ഇഷ്ടം? അത് 3 ഞാൻ ഒരുപോലെ കുപ്പത്തൊട്ടി കാണും, നോക്കുപോലും ചെയ്തു. അപ്പൊ മൈത്രേയന്റെ തട്ട് താണു തന്നെ ഇരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിം വർഗീസ്. മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. മനുഷ്യനെ അടുത്തറിഞ്ഞ വ്യക്തി, ലോകം സഞ്ചരിച്ച വ്യക്തി. ഇന്ന് മലയാളികൾ കാലഘട്ടങ്ങൾ സഞ്ചരിക്കുന്നതനുസരിച്ച് ചിന്തകൾ പോകുന്നില്ല. എന്നാൽ ഈ വ്യക്തിയുടെ ചിന്തകൾ 2028 എത്തി നിൽക്കുന്നു. എല്ലാവരും പ്രിയപ്പെട്ട മൈത്രയാണ് എന്നോടൊപ്പം. മൈത്ര, നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം കേട്ടോ. ഓക്കെ. ഒരുപാട് വാക്കുകൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു നാണയത്തിന് ഇരുവശമുണ്ടെന്ന് പറയുന്ന പോലെ ഒരു വശത്ത് മൈത്രേയനെ സ്നേഹിക്കുന്നവരുണ്ട്, ഒരു വശത്ത് മൈത്രേയനെ കുറ്റം പറയുന്നവരുണ്ട്, തെറി പറയുന്നവരുണ്ട്. ആദ്യം തന്നെ, ആരാണ് മൈത്രേയൻ? ലോകത്ത് മറ്റെല്ലാ ജീവികളെ പോലെ ഒരു ജീവി മാത്രമാണ്. ഈ പച്ചയ്ക്ക് സംസാരിക്കുന്ന വ്യക്തി, നിലപാടുകളോട് കാര്യം പറയുന്ന വ്യക്തി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, രാഷ്ട്രീയക്കാരെ ആണെങ്കിൽ പോലും. പക്ഷെ ഇത്രയും ഓപ്പണായിട്ട്, ആരെയും പേടിയില്ലാതെ ഇങ്ങനെ ഓപ്പണായിട്ട് ഒരു മനുഷ്യൻ എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ പറയുന്ന കാര്യം വസ്തുത ആണെന്ന് ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും. അതിനൊരു വിലയുണ്ട്. ആ വില കൊടുക്കാൻ തീരുമാനിക്കുന്ന ആളാണെങ്കിൽ പറയാൻ പറ്റും. എന്തുകൊണ്ട് മറ്റുള്ളവർക്കൊരു വില കൊടുക്കുന്നില്ല? രാഷ്ട്രീയക്കാരെ എടുത്തു നോക്കിയാൽ അവർ വില കൊടുക്കുന്ന വശങ്ങളുണ്ടാകും. പക്ഷെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാൻ വില കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അധികാരമുള്ള സ്ഥലങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അത് തന്നെ ആദ്യത്തെ ഒരു വിലയാണ്. ഓക്കെ. അതുപോലെ തന്നെ നാട്ടുകാർ, നമ്മൾ സാധാരണ പറയുന്ന നാട്ടുകാർ എന്ന് പറയുന്നവരുടെ അംഗീകാരം തേടി എന്തെങ്കിലും ഒരു സ്ഥാനമാനങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ കൊടുക്കാനൊക്കത്തില്ല. മറ്റൊന്നുള്ളത്, ഈ അംഗീകാരം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഈ സൗകര്യങ്ങൾ തീർത്തു തരുന്ന ലോകങ്ങളുണ്ട്. ഇപ്പം അവാർഡുകൾ, പൊന്നാടകൾ, ഇതൊക്കെയാണ്. ഇതൊന്നും വേണ്ടാന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതാണ് അതിൻ്റെ വില. അങ്ങനെ ഒരു വേണ്ടാന്ന് തീരുമാനം എടുക്കാനുള്ളൊരു കാരണം എന്താണ്? ഇത് പറയാൻ പറ്റത്തില്ല എന്നറിയുന്നുണ്ട്. അങ്ങനെ ഒരു അംഗീകാരം എടുത്ത ഞാനല്ലാതായി പോകും. നമ്മൾ ആ അംഗീകാരത്തിന് സീക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായ കാര്യം സത്യസന്ധമായി പറയാൻ പറ്റാതെ വരും. കാരണം അപ്പോൾ ആദ്യം നമ്മൾ ആലോചിക്കുന്നത് ഇത് പറഞ്ഞാൽ നഷ്ടങ്ങളുണ്ടാകും എന്നറിയുന്നു. അപ്പോൾ ആ നഷ്ടം വരുത്തി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചാണ്, എളുപ്പമല്ല. ഞാൻ വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. അതിപ്പം അങ്ങനെയൊക്കെ ആയിപ്പോയത് പല കാരണങ്ങളുണ്ടായിരിക്കും അങ്ങനെ ആയിപ്പോയത്. പക്ഷെ അത് ജീവിക്കണം. ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ബോധ്യമാകുന്ന സമയത്ത് നമ്മൾ അതുവരെ ജീവിച്ചിരുന്നത് വിട്ടുപോയി തുടങ്ങുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നൊരു 4 തവണയെങ്കിലും ചെയ്തിട്ടുണ്ട്. എന്നാലും മൈത്രേയനെ ആത്മാർത്ഥമായി സ്നേഹിച്ചൊരു വ്യക്തിയെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒന്ന് മാറ്റി നിർത്തൽ പറ്റുമോ? വീട് പിരിച്ചു വിടുന്നു. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരെ ഞാൻ എപ്പോഴാണ് വിട്ടുകളഞ്ഞത്? ഈ പറഞ്ഞതിനകത്തുനിന്ന് അങ്ങനെ ഒരു അർത്ഥം എങ്ങനെയാണ് വരുന്നത്? ഭാര്യയെ വിട്ടിട്ടില്ലേ? ഭാര്യ ഉണ്ടായിട്ട് വേണ്ടേ വിടാൻ? എന്നാൽ ലിവിങ് ടുഗദറായിട്ട് ജീവിച്ച സമയത്ത് മൈത്രേയൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വേറെ പിരിഞ്ഞപ്പം ഭാര്യ കരഞ്ഞു, അല്ലെ സങ്കടപ്പെട്ടു. ഭാര്യ കരഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭാര്യയോട് ചോദിക്കണം, അല്ലാതെ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? എനിക്കൊരു ഭാര്യ ഒരു സമയത്തും ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ ഉണ്ടാകാനായിട്ട് അനുവദിച്ചിട്ടുമില്ല. ഞാൻ ഇണയാണ് ഉള്ളത്. ഇണകൾ
അവർ തമ്മിൽ ജീവിക്കുന്ന സമയത്ത് അതുകൊണ്ട് എന്താണോ അർത്ഥമാക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രസക്തിയില്ല. ഈ ഞാൻ കേട്ടൊരു കഥയുണ്ട്. ആ. കനികുസൃതി ലെറ്ററുമായിട്ട് അപ്പുറത്തെ ഒരു വീട്ടിലെ പയ്യനെ കൊടുക്കാൻ പോകുമ്പോൾ മുത്തശ്ശിയും മൈത്രേനും എല്ലാം നിൽക്കുമ്പോൾ പറഞ്ഞു, നീ ഇവിടെ പോകുന്നൊരു ചോദ്യം ചോദിച്ചു. കനികുസൃതിയുടെ ഇന്റർവ്യൂ ഞാൻ അഭിമുഖത്തിൽ കണ്ടൊരു കാര്യമാണ്. അപ്പോൾ കനികുസൃതി പറഞ്ഞ അപ്പുറത്തോട്ട് പോവുക. അപ്പം പേടിച്ച് പറയുമ്പോഴും കനികുസൃതി വിചാരിച്ചത് വഴക്ക് പറയുന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ ആ മുത്തശ്ശി അല്ലെങ്കിൽ മൈത്രേയൻ പറഞ്ഞൊരു മറുപടി, മൈത്രേയനല്ല, ജയശ്രീ പറഞ്ഞൊരു മറുപടി, ഇരുട്ടാണ്, ടോർച്ച് എടുത്തുകൊണ്ട് പോകും. അത് ജയശ്രീ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു മകളോട് അങ്ങനെ പറയുവാൻ പറ്റുമോ? ഇന്നത്തെ മാതാപിതാക്കൾ പറയുന്നില്ല. വീണ്ടും ജയശ്രീയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ അത്. ജയശ്രീയാണ് പറഞ്ഞത്. കണിശമായിട്ടും പറയാൻ പറ്റും. എന്തുകൊണ്ട് പറയാൻ പറ്റത്തില്ല? പാമ്പ് കടിക്കാതെ നോക്കണമെന്ന് പറയണ്ടേ? എന്നാലും അപ്പുറത്തൊരു പയ്യനെ ലെറ്റർ കൊടുക്കാൻ പോവുകയല്ലേ. അത് അതിനകത്ത് തെറ്റെന്താ? കുഴപ്പമില്ല. അല്ല, അതിനകത്ത് തെറ്റെന്താണ്? അതായത് ഇന്നത്തെ ഒരു ചട്ടക്കൂട് വെച്ച് നോക്കും. ചട്ടക്കൂട് എന്ന് പറയുന്നത്, ചട്ടക്കൂട് എന്ന് പറയുമ്പോൾ ഒരു മാതാപിതാക്കൾ എന്താണ് മെച്ചം? ഒരു നാട്ടിൻപുറത്ത് ഒരു മാതാപിതാക്കളെ എടുത്തു നോക്കുമ്പോൾ പുറത്തെ മാതാപിതാക്കളല്ലല്ലോ നമ്മൾ. എന്നാലും മൈത്രേയനെ ഒരുപാട് പെൺകുട്ടികളെയും ഒറ്റമോൾ ഉള്ള പെൺകുട്ടികളെ അടിച്ചു വളർത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇല്ല, ഒരു അടിച്ചു വളർത്തുന്ന ഇതൊക്കെ ഇയാൾ അറിഞ്ഞൂടാതെ പറയുകയാണ്. അതൊക്കെ നമ്മൾ വളർത്തും. അവൾക്ക് 12-13 വയസ്സായില്ലേ. അപ്പോൾ മറ്റു പയ്യന്മാരിൽ താല്പര്യം ഉണ്ടാകുന്ന കാലമാണ്. അത് വളരെ സ്വാഭാവികമാണെന്ന് അറിയേണ്ടതുണ്ട്. അതിനകത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ഇരുട്ടത്ത് നടക്കുമ്പോൾ അങ്ങനെ പേടിച്ചിട്ട് ചെയ്യേണ്ട കാര്യമില്ല, ലൈറ്റുമായിട്ട് പോയാൽ മതി എന്ന് പറയുന്നതാണ് വളരെ ശരിയായ, എനിക്ക് ജയശ്രീ പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും നല്ല വരികളിലൊന്നാണ്. ഈ ദൈവത്തോട് ഇത്ര ശത്രുത എന്തോ മൈത്രേയന്? ആർക്ക് ശത്രുത? ദൈവമില്ല ഉണ്ടാക്കിയ സാധനമാണെന്ന് എനിക്കറിയാവുന്ന കാരണം കൊണ്ട് എന്ത് ശത്രുത എനിക്ക്? അപ്പോൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന് പറഞ്ഞൊരു വിഭാഗങ്ങളില്ലേ? അതൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് തമിഴും മലയാളവും ഇല്ലേ, അതുപോലെ മാത്രമാണ്. ഇയാൾ ക്രിസ്ത്യാനിയാകുന്ന എങ്ങനെയാണ്? ഒരു വീട്ടിൽ ജനിച്ചതുകൊണ്ട്. അല്ലാതെ എന്താ രാവിലെ കൊള്ളാവുന്ന കാര്യമാണ് ജനിച്ചപ്പോൾ നല്ല വീട്ടിൽ നോക്കി ജനിച്ച ആളാണ്? ഒന്നുമല്ല. ജനിച്ചതുകൊണ്ട് മലയാള ഭാഷ നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്ന അതേ കാരണം കൊണ്ട് മാത്രമേ ഉള്ളത്. അത് തന്നെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ ആരും ആകത്തില്ല. മൈത്രേയൻ പറയുന്നത് ക്രിസ്ത്യാനി വീട്ടിൽ ജനിച്ച ക്രിസ്ത്യനാവൻ. അത് ആകത്തില്ല, പഠിപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ അവനും ആകത്തില്ല. രാവിലെ തൊട്ട് ഇത് പഠിപ്പിക്കേണ്ടി വരും. ബൈബിൾ വായിപ്പിക്കുകയോ ഖുറാൻ വായിപ്പിക്കുകയോ ഭഗവത്ഗീത വായിപ്പിക്കുകയോ രാമായണം വായിപ്പിക്കുകയോ ഒക്കെ ചെയ്താലേ ആകാവുള്ളൂ. അല്ലാതെ ആരും അത് അറിയും? ഏത് കുട്ടിയാണ് അങ്ങനെ ആകുന്നത്? കുട്ടികൾക്ക് അറിഞ്ഞു കൂടാത്തതാണ്. അവരെ പഠിപ്പിച്ചാക്കുന്നതല്ലേ. ഞാനിപ്പോൾ കഴുത്തേൽ കുരിശു കെട്ടിരിക്കുന്നത് ആ വീട്ടിൽ ജനിച്ചതെന്നുള്ളതിന് സിമ്പിൾ കാണിച്ച് നടക്കണമെന്ന് വിചാരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. കുരിശ് ഞാൻ മാത്രമല്ല, കുറേ ആളുകൾ ഇടും. അതൊക്കെ ഇടും. അതൊക്കെ ഇങ്ങനെ അത് ഫാഷൻ്റെ ലേവത്തും ചിലപ്പോൾ ഇട്ടെന്ന് വരും. പക്ഷേ അതിനതൊരു ചിഹ്നമുണ്ട്, അതിനൊരർത്ഥമുണ്ട്. ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതല്ല എന്ന് കാണിക്കുന്നതിനുണ്ട്. നെറ്റിക്ക് കുറിയിടുന്നവനും നെറ്റിക്ക് തഴമ്പുണ്ടാക്കി നടക്കുന്നവനും എല്ലാം ഇതേപോലെ തന്നെ ചിഹ്നങ്ങൾ ഇട്ടിട്ടാണ് നടക്കുന്നത്. അത് മറ്റുള്ളവരെ അറിയിക്കണം, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതല്ല. അത് വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്ന അബദ്ധം നമുക്ക് വരുന്ന നമുക്കൊരു പറഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളാണ് ഈ വീടുകളെല്ലാം. അന്യരെ വെറുക്കാൻ പഠിപ്പിക്കുന്നത്, അവരോടൊപ്പം ജീവിക്കരുതെന്ന് പഠിപ്പിക്കുന്നത്, നമ്മൾ സ്പെഷ്യലാണെന്ന് പഠിപ്പിക്കുന്നത്, മറ്റുള്ളവരെ പോലെയല്ല നമ്മളന്ന് പഠിപ്പിക്കുന്നത്. ഇയാൾ പ്രണയിച്ചാൽ ആ നിമിഷം അത് നമ്മുടെ ആൾക്കാരെ അല്ല എന്ന് പറയും. ഇതൊക്കെ ചെയ്യുന്ന വീടുകളിൽ തന്നെ ജനിക്കാനൊക്കത്തുള്ളൂ. അത് തൻ്റെ വീടും എൻ്റെ വീടും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതാണ് ജാതി എന്ന് നമ്മൾ പറയുന്നതും വിവേചനം എന്ന് പറയുന്നതും വർണ്ണവെറി എന്ന് പറയുന്നതൊക്കെ അതാണ്. മൈത്രേയൻ ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നതേ, മൈത്രേയൻ പറയുന്നൊരു വാക്കുണ്ട്, ദൈവം ഉണ്ടെങ്കിൽ എന്നെപ്പോലൊരു മൊണ്ണ ഇവിടെ ഇരുത്തുവോ? അത് തന്നെ, അങ്ങനെ തന്നെയാണ്. അത് പറഞ്ഞത് സത്യമാണോ? അതെ, കാര്യമുണ്ട്. അവർ പിന്നെ ദൈവത്തിൻ്റെ ഗുണമാണെന്ന് പറയുവാണെങ്കിൽ ചീത്ത പറയുന്ന ഒരുത്തനെ ഉണ്ടാക്കത്തില്ലല്ലോ. വിവരം വേണ്ടിടൂ ദൈവത്തിന്, ചുരുങ്ങിയ പക്ഷം അതില്ല. അതുകൊണ്ടാണ് കളയുന്നത്. ബുദ്ധിയുള്ളതും വിവേചനം മാത്രമുള്ളതായ ആളുകളെ തമ്മിലടിപ്പിക്കുന്ന ഇത് സർവജ്ഞനാണെന്നാണല്ലോ പറയുന്നത്. പിന്നെ ലോകത്തിന്റെ സൃഷ്ടാവ്. അതുകൊണ്ട് തന്നെ അടി കൊടുക്കാവുന്ന ആളായി. ഒന്നൊന്നിനെ തിന്നുന്ന ഒരു ലോകം ഉണ്ടാക്കാൻ പറ്റുമോ? ദൈവം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് കറപ്പിക്കട്ടെ. അത് പോട്ടെ, അത് ഞാൻ പറഞ്ഞതാ, അതവിടെ ഇരിക്കട്ടെ. ഒന്നൊന്നിനെ തിന്നുന്ന തരത്തിൽ ലോകത്ത് ആരെങ്കിലും വിവരമുള്ളവരുണ്ടാക്കുമോ? വെറുതെ ഒന്ന് ആലോചിച്ച് പോകും. എന്തൊരു കഷ്ടമാണ്. രാവിലെ എണ്ണീറ്റിട്ട് മാനിൻ്റെ പുറകെ ഓടുന്ന കടുവായല്ലേ ഉള്ളത്. ആ സകല പുല്ലും എന്ത് പാടുപെട്ടൊന്ന് തല വെക്കുമ്പോൾ അത് മുഴുവൻ കടിക്കുന്ന മാനല്ലേ ഉള്ളത്. എന്തൊരു ദുരിതം പിടിച്ച ലോകത്താണ് ജീവിക്കുന്നത്. നമ്മൾ തന്നെ മര്യാദയ്ക്ക് മറ്റുള്ളവരെ സ്നേഹിക്കണം, മറ്റുള്ളവരോട് മര്യാദയ്ക്ക് പെരുമാറണം എന്ന് വിചാരിച്ചാൽ നമ്മൾ എന്തെടുത്തിട്ട് തിന്നും? നെല്ലുണ്ടാകുന്ന വേറെ നെല്ലുണ്ടാകാനാ. നെല്ലിന് അരി ഉണ്ടാകുന്നത്, അത് നമുക്ക് തിന്നാനുള്ളതല്ല. പിന്നെ നമ്മൾ എന്തോ അതാണ് പ്രശ്നം. അപ്പോൾ ഈ കോന്തൻ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാത്ത ഈ പണി നിർത്തണമെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. താൻ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് അങ്ങനെ അല്ലെന്നറിയാം, അത്രേ ഉള്ളൂ.
ഇപ്പൊ കുട്ടികളാണെങ്കിൽ പോലും ഒരു ഈശ്വര വിശ്വാസമുള്ള ഒരു കുട്ടിയെ എടുത്തോ, മൈത്രേയൻ പറയുന്നത് ഇത് കേട്ടിട്ട് അവർ ഇൻഫ്ലുവൻസ് ആവത്തില്ലേ? ഇപ്പൊ ഈ അമ്മയും അച്ഛനും ചെയ്യുന്ന അത്രയും ദ്രോഹമൊന്നും ഞാൻ ചെയ്യത്തില്ല. ഈ അമ്മയച്ഛനും എന്ത് ദ്രോഹമാണ് ഈ ചെയ്യുന്നത്? ദൈവമുണ്ട്, അതുങ്ങളാണ് ഈ ആണി അടിച്ചു വെച്ചതെന്ന് ഉമ്മാക്കി പറയുന്നതിനെ കാര്യം ഞാൻ ഈ വിഷയം പറഞ്ഞു കൊടുക്കും. എങ്ങനെയാണ് ഈ ദൈവത്തിനെ ആൾക്കാർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കൊടുക്കും, എങ്ങനെയാണ് ലോകം നടക്കുന്നതെന്ന് മനസ്സിലാക്കും. അപ്പോഴാണ് ഈ കസേര ഉണ്ടാക്കാൻ പറ്റും, അപ്പോഴാണ് ഈ മേശ ഉണ്ടാക്കാൻ പറ്റും, അപ്പോഴാണ് ഈ ഗ്ലാസ് ഉണ്ടാക്കാൻ പറ്റും, ഈ ലൈറ്റ് ഉണ്ടാക്കാൻ പറ്റും, ക്യാമറ ഉണ്ടാക്കാൻ പറ്റും. അല്ലാതെ ഉമ്മാക്കി ഉണ്ടാക്കിയതാണെന്ന് പഠിപ്പിച്ചാൽ ഇതൊന്നും ഉണ്ടാക്കാനൊക്കെ. ഈ സ്വർഗവും നരകവും ഉണ്ടോ മൈത്രേയനെ? എനിക്ക് സ്വർഗവും നരകവും മര്യാദഘട്ട മനുഷ്യന്മാരുടെ സങ്കല്പത്തിലുള്ളതാണെന്നറിയും. അയലത്തുകാരനെല്ലാം ഇഷ്ടമില്ലാത്ത അയലത്തുകാരനെ വിടാനൊരു സ്ഥലവും നമുക്കെല്ലാം പോകാൻ പറ്റുന്ന സ്ഥലവും വേണമെന്ന് ആലോചിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ. അല്ലാതെ രണ്ടും കൂടെ എന്തിനാ ആവശ്യം? ജനിച്ചാൽ ഒരു നാളും മരിക്കണം. ജനിച്ചാൽ മരിക്കുന്നതിന് ഇല്ലാതാക്കുന്നതിനാണ് കുട്ടികളെ ഉണ്ടാക്കുന്നത്. ആ. അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. ഒന്ന് വ്യക്തമാക്കാവോ? അവർ വ്യക്തമാക്കുന്ന കാര്യമായി പറഞ്ഞത്. ഓക്കെ. ഒരു മരത്തേൽ ഒരു ഇലയുണ്ടായാൽ അതിൻ്റെ പാചകം ചെയ്യുന്ന കാര്യവും ആ മരത്തിന് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേന് അതിൻ്റെ എഫിഷ്യൻസി കുറയും. ആ കുറയുന്നത് ലോകത്തിനകത്ത് എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. കാര്യമുണ്ട്. ഓരോ സമയത്തും അതിനേക്കാളും കുഴപ്പം പിടിച്ച ലോകത്തേക്ക് പോകുന്ന ഒരു സ്ഥലമുണ്ട്. ഇതുകൊണ്ട് ഇതിന് ഉപയോഗമുള്ളതായിട്ടിരിക്കത്തില്ല. അതുകൊണ്ടാണ് പഴുത്തലയായി പച്ചില, അത് കഴിഞ്ഞിട്ട് അത് ഉരുണ്ട് വീഴും. പക്ഷെ മരത്തിന് അത് ആവശ്യമുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. മരമാണ് വളരുന്നത്, അല്ല ഇലയല്ല. നമ്മൾ ഓരോ ആൾക്കാരും ജീവനെന്ന് പറയുന്ന പ്രതിഭാസം തുടരുന്നതിന് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. നമ്മളെന്ന് പറയുന്ന ആൾക്കാർ ജീവിക്കുന്നതല്ല അവിടെ പ്രധാനം. നമ്മളിലൂടെ കടന്നു പോകുന്ന ജീവനാണ് തുടരുന്നത്. ജീവനുണ്ടായ നിമിഷം തൊട്ട് തുടരുന്നതാണ്. അത് പലതരത്തിൽ ജീവിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനകത്തെ ഒരു ഏട് മാത്രമാണ് നമ്മൾ. മൈത്രേയൻ പറയുന്ന ഓരോ വാക്കുകളും ജനങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ 50 വർഷമോ 500 വർഷമോ എടുക്കേണ്ടി വരും. അതൊരു ഭാഗം. അതോടൊപ്പം മൈത്രേയൻ പറയുന്ന വാക്കുകൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. ഇതിലേതാ റിയാലിറ്റി അല്ലെ സത്യം ഏതാ? 20 വർഷം 500 വർഷം എടുക്കുന്നൊക്കെ പറയുന്നത് മടിയന്മാരുടെ വേറച്ചില്ല. എനിക്കിപ്പോൾ വയ്യ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അല്ലാതെ ഞാൻ പറയുന്ന വരിയൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അതാ എല്ലാവർക്കും മനസ്സിലായി. ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് മുൻകൂർ ജാമ്യം എടുക്കുന്നതിന് പറയുന്നതാണ്. അത് ഇയാളൊരു വലിയ മഹാനാണ്, അദ്ദേഹത്തിന് ഇതൊക്കെ പറയാം, നമുക്കിത് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നത് മുൻകൂർ ജാമ്യം എടുക്കുന്നവരുടെ വരികളാണ്. ഞാനിതൊന്നും എടുക്കത്തേയില്ല. അല്ലാതെ അടുത്ത 50 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ പറയുന്നത് കേൾക്കത്തുള്ളൂ. ഭരണഘടന ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടായതാണ്. പിന്നെ ഞാൻ അതിനകത്തെ വരികൾ മാത്രമേ ഇവരുന്ന് പറയുന്നത്. പിന്നെ എന്നെക്കാളും മുമ്പ് ഭരണഘടന എഴുതിയവർ ഈ നാട്ടിലുണ്ടാകും. ഭരണഘടന ഇവിടെ ഉള്ള ആൾക്കാരുടെ തലയിൽ എടുത്ത് ഇട്ടതല്ലേ, 1950 ഇട്ടതല്ലേ. പിന്നെ എന്തുവാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകാതെ വരുന്നതെന്ന് പറയുന്നത്? ചുമ്മാ പറയുന്നതല്ലേ. മൈത്രേയന് സ്വന്തമായിട്ട് വീടില്ല. അത് വേറെ വിഷയം. പക്ഷെ ഒരുപാട് വീടുകളിൽ പോകുന്നുണ്ട്, ഒരുപാട് മനുഷ്യരെ കാണുന്നുണ്ട്, മനുഷ്യരുടെ സ്വഭാവങ്ങൾ അറിയുന്നുണ്ട്. എന്തുകൊണ്ട് സ്വന്തമായിട്ട് വീടില്ല? 1, 2 ഈ എല്ലാ വീട്ടിലും അങ്ങനെ കയറി ചെല്ലാൻ പറ്റുന്ന ബന്ധങ്ങളുണ്ടോ മൈത്രേയന്? എനിക്ക് അന്യരില്ല, അതുകൊണ്ടാണ് അങ്ങനെ കയറി ചെല്ലാൻ പറ്റുന്നത്. ഞാൻ അങ്ങനെ കയറി ചെല്ലുമൊന്നുമില്ല, എല്ലാവരും എന്നെ വിളിച്ചു കയറ്റും. ഇപ്പൊ കാസർഗോഡ് മുതൽ കന്യാകുമാരി എടുത്ത എവിടെ വേണേലും വീട്? കന്യാകുമാരി അല്ല, കാനഡ വരെ പോകും. കാനഡ വരെ വീടുണ്ട്. കാനഡയിൽ ആളുകൾ കാത്തിരിക്കുന്നുണ്ട്, വിസ ഇല്ലാത്തതുകൊണ്ട് മാത്രം. ഞാനിപ്പോൾ അതിനുവേണ്ടി ഞാൻ മെനക്കെടാറിയില്ല. ആളുകൾ എടുത്തു തന്ന വിസ കൊണ്ടാണ് പോകുന്നത്, അല്ല ഞാൻ വിസയ്ക്ക് ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പൊ അത്രമേൽ മൈത്രേയനെ ആളുകൾ സ്നേഹിക്കാൻ മൈത്രേയൻ എന്താണ് ഒരു പവർ ഉള്ളത്, ഒരു മാജിക് ഉള്ളത്? മര്യാദയ്ക്ക് പെരുമാറുന്നതാണെന്ന് എല്ലാവർക്കും കാണാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നത് രസമാണെന്ന് കാണാൻ പറ്റും. ഇയാൾ എന്തുകൊണ്ടാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്? ഒരു ഇഷ്ടമുള്ളതുകൊണ്ട്. അത്രേ. എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ചില വീടുകളിൽ പറയും മക്കൾ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും വൈകല്യം വന്നു കഴിഞ്ഞാൽ ഇത് കർമ്മഫലമാണ്. അത് പറഞ്ഞു തരാനാണ് ഞാൻ ഇത്രയും മെനക്കെട്ടത്. ഈ ഇരിക്കുന്ന മേശയും കസേരയും സാധനങ്ങളും എല്ലാം നമ്മുടെ കർമ്മഫലമാണെന്ന് പഠിച്ചപ്പോഴാണ് ഒരു പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ ഫലം ഉണ്ടാകുമെന്നും നല്ലതും ചീത്തയാണെന്ന് തിരിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ കണ്ണില്ലാതെ ജനിക്കുക, കാലില്ലാതെ ജനിക്കുക, മറ്റ് വൈകല്യങ്ങളോടെ ജനിക്കുക. കുട്ടി എന്ത് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നതെന്ന് എത്ര ആലോചിച്ചാലും കിട്ടത്തില്ല. കാരണം അവർ പ്രവൃത്തി ചെയ്ത് തുടങ്ങിയില്ലല്ലോ. അപ്പോൾ ഫലം അനുഭവിക്കേണ്ടി വരത്തില്ലേ? ആ ഫലം എവിടെ നിന്ന് അനുഭവിക്കുന്നു എന്നുള്ള ഉത്തരം വന്നപ്പോഴാണ് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള മനുഷ്യന്മാർ കണ്ടുപിടിച്ചതാണ് ഇതിനു മുമ്പ് ഒരു ജന്മം വേണമെന്ന്. അങ്ങനെയാണ് ജന്മസിദ്ധാന്തം ഉണ്ടാക്കിയത്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ നാട്ടിലൊക്കെ ഇരിക്കുന്നവനെല്ലാം താടിക്കും കയറുന്ന എത്ര ആലോചിച്ചിട്ട് അത് കിട്ടിയില്ല, ജന്മസിദ്ധാന്തം കിട്ടിയില്ല. അപ്പോൾ അവർ കണ്ടുപിടിച്ചത് എന്താണ്? ആദിഭാവം. അങ്ങനെയാണ് ക്രിസ്ത്യാനികളെല്ലാം പാവികളായിപ്പോയത്. ഈ 2 ഉത്തരമേ ഉള്ളൂ ലോകത്ത്, ഒരു ബന്ധമില്ലാതെ. ഇത് യഥാർത്ഥത്തിലുള്ളതാണെന്നെങ്കിൽ എൻ്റെ അടുത്ത് ഒരേ ഉത്തരം വരുത്തില്ലേ? അതെ. അപ്പോൾ അങ്ങനെയല്ല, സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. ഇതുകൊണ്ട് ജനറ്റിക്സ് അറിഞ്ഞുകൂടാ ഈ 2 പാർട്ടിക്ക്.
ഇത്രയേ ഉള്ളൂ. ജനറ്റിക്സ് അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് വൈകല്യം ഉണ്ടാകുന്നത് ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. മ്യൂട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും എന്തുകൊണ്ടാണ് ഒരു വൈകല്യം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ഇന്ന് നമുക്ക് ഉത്തരം അറിയാം. ഈ ഉത്തരം പണ്ട് അറിഞ്ഞുകൂടാ. അന്ന് 2 മണ്ടക്കണയപ്പന്മാരുണ്ടാക്കിയതാണ്. അത് ഈ യേശുക്രിസ്തുവിൻ്റെ നാട്ടിലും ബുദ്ധൻ്റെ നാട്ടിലും 2 ഉത്തരമാണ് ഈ പറയുന്ന ജന്മസിദ്ധാന്തവും ഈ പാപവും. ജനറ്റിക്സ് അറിഞ്ഞുകൂടാത്തതുകൊണ്ട്. ഈ ബൈബിളും ഖുറാനും ഒക്കെ വായിച്ചിട്ടുണ്ടോ മൈത്രേ? വായിച്ചിട്ടുണ്ട്. കാശിന് കൊള്ളത്തില്ല. കാശിന് കൊള്ളത്തില്ലെന്ന് അത്രയാ പറയുന്നത്. ഇതല്ലേ പഠിപ്പിക്കുന്നേ? പാപികളെ ഉണ്ടാക്കുന്ന സാധനമല്ലേ അത്. ഇവിടെ ജന്മസിദ്ധാന്തം ഉണ്ടാക്കണ്ടേ? ബുദ്ധനൊക്കെ ഇരുന്ന് പറയണ്ടേ ജീവിതം ദുഃഖമാണ്, 8 വഴിയുണ്ട് രക്ഷപ്പെടാനെന്നൊക്കെ പഠിപ്പിക്കണ്ടേ? എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു പഠിപ്പിക്കണ്ടേ? അവിടെ സ്വർഗത്തിൽ പോയിട്ട് വേണ്ടേ രക്ഷപ്പെടാൻ? ഇവിടെ വെറുതെ കിടന്ന് നമ്മളിവിടെ ഇങ്ങനെ പരീക്ഷണശാലയിൽ കിടക്കുകയല്ലേ? ദൈവം പരീക്ഷിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതല്ലേ? ഇതൊക്കെ ഇങ്ങനത്തെ കഥകളൊക്കെ പഠിപ്പിക്കുന്നതല്ലാതെ ഈ ലോകത്തിനെ ട്രാൻസ്ഫോം ചെയ്ത് നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ പണ്ട് കാലത്ത് പ്ലേഗ് വരുത്തിയ ദൈവമല്ലായിരുന്നു. അതിൻ്റെ കഥ അറിഞ്ഞുകൂടാ. അന്ന് മൈക്രോബ്സ് ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ ഈ നാട്ടുകാരന് വസൂരി വരുത്തുന്ന ആരായിരുന്നു? മാരിയമ്മ. അവർ തുള്ളിയായിരുന്നു അന്ന് മാറ്റിയിരുന്നു. ഇത് രണ്ടും വാക്സിൻ കണ്ടുപിടിച്ചോടെ ഈ 2 പേർക്കും തൊഴിൽ പോയെന്നറിയാമോ? യേശുക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ തൊഴിൽ പോയില്ലേ? ഇപ്പം കിടന്നുകൊണ്ട് പ്ലേഗ് ഉണ്ടാക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. വസൂരി വരുത്താൻ നോക്കിയാൽ നടക്കത്തില്ല. ഇന്ത്യക്കാർ ഇവിടുത്തെ ആ പെണ്ണുപിള്ള എന്താണ്? മാരിയമ്മ ഇപ്പോൾ താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പോർട്ട്ഫോളിയോ ഇല്ല. അങ്ങനത്തെ ദൈവമല്ലേ? ഇതുപോലത്തെ ദൈവങ്ങളെയൊക്കെ ഉണ്ടാക്കിയാണ് ഇതൊക്കെ പരിഹരിച്ചിരുന്നത്. ഈ മൈത്രേയൻ ജനിച്ച വീട്ടില് മൈത്രേയന്റെ അച്ഛനും അമ്മയും ഒന്നും പഠിപ്പിച്ചിട്ടില്ല ദൈവം ഉണ്ടെന്നൊന്നും. കാരണം മൈത്രേയൻ പറയുന്ന ഓരോ വാക്കുകളിലും ഇത്രയും ഒരു അരോചകം തോന്നാൻ എന്തുവാ? അല്ലാതെ ദൈവത്തെ ഇപ്പൊ ഖുർആൻ ബൈബിളിനെ പറ്റി ദൈവത്തെ അതിനകത്ത് പഠിപ്പിക്കുന്ന മുഴുവനും താണ് വീണ് വണങ്ങി രാജാവിനെ മുഖം കാണിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ സാധനങ്ങളായത്. മുകളിലൊരു ദൈവമുണ്ട്. ദൈവം കഴിഞ്ഞാൽ ഇരിക്കുന്ന ആരാ? കാണപ്പെട്ട ദൈവം. അതാരാ? രാജാവ്. അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഗുരുക്കന്മാർ, അതിനുശേഷം അച്ഛനും അമ്മയും. ഇങ്ങനെ മേല് കീഴ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സാധനമൊക്കെ എഴുതിയിട്ടുള്ളത്. അല്ല ഇയാൾ വിചാരിക്കുന്ന പോലെ ദൈവത്തിനെ ഉണ്ടാക്കിയതൊന്നുമല്ല. ദൈവത്തിനെ മനുഷ്യരുണ്ടാക്കിയതാണ്. എന്തിനാണ്? ഈ പറയുന്ന നേരത്തെ പറഞ്ഞല്ലോ ഉമ്മാക്കിയെ കണ്ടുപിടിച്ച് കൊടുത്തതുപോലുള്ള ഉത്തരങ്ങളും അതിനെയാണ് വിശ്വാസങ്ങളെന്ന് പറയുന്നത്. അത് മതം ഉണ്ടാക്കിയതല്ല. അത് കൃത്യമായിട്ട് അറിയണം. വിശ്വാസങ്ങളൊന്നും മതം ഉണ്ടാക്കിയതല്ല. ലോകത്തിനെ പറ്റി അറിഞ്ഞുകൂടാത്ത സമയത്ത് മനുഷ്യർക്കുണ്ടായ തെറ്റിദ്ധാരണകളെയാണ് വിശ്വാസങ്ങളെന്ന് പറയുന്നത്. അതിനെ എല്ലാം എടുത്ത് കോർത്തിണക്കി ആളുകളെ നിയന്ത്രിക്കാനുണ്ടാക്കിയ സിസ്റ്റത്തിനെയാണ് മതം എന്ന് പറയുന്നത്. നമ്മൾ രണ്ടുപേരും ഇപ്പം ഇവിടെ ഇരുന്ന് സന്തോഷമായിട്ടിരുന്ന് ഇരിക്കുന്നതിന് ഈ ബൈബിളോ ഖുറാനോ ഈ ഭഗവത്ഗീതയോ ഈ രാമായണോ മഹാഭാരതമോ ഒഡീസിയോ ഇലിയഡോ ഇത് ഒന്നും കാശിനുള്ളതില്ല. അത് എന്തിനു കൊള്ളാം? പണ്ടുള്ളവന്മാരെ എങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു എന്നുള്ള ചരിത്ര പുസ്തകം പോലെ വായിക്കാം. വേറെ ഒന്നിനും കൊള്ളത്തില്ല. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു സാധനവും മേല് കീഴ് ആളുകളെ ഉപയോഗിക്കാനല്ലാതെ നമ്മൾ രണ്ടുപേരും തുല്യരായിരിക്കാൻ അതിനകത്തൊന്നും ഒരു വരി കിട്ടത്തില്ല. പരസ്പരം സ്നേഹിപ്പിക്കാൻ പറയുന്നില്ല അതിൻ്റെ അത്. പരസ്പരം സ്നേഹിക്കുന്ന പറഞ്ഞാൽ കീഴടക്കിയുള്ള സ്നേഹങ്ങളെ ഉള്ളൂ. യേശുക്രിസ്തു പറഞ്ഞിട്ടില്ലേ എന്താണ് മറ്റേ പേഗന്മാരെ പോലെ പ്രാർത്ഥിക്കരുതെന്ന്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയപ്പോൾ ഇത് മറന്നുപോയോ? എല്ലാവർക്കും വേണ്ടി ചത്തല്ലേ യേശുക്രിസ്തു? പാവികൾക്ക് വേണ്ടി തന്റെ ജീവൻ കൊടുത്തു. അപ്പോൾ ഞാൻ പാവിയല്ല, അപ്പോൾ പിന്നെ എനിക്ക് വേണ്ടി പിന്നെ ചാകേണ്ട കാര്യമില്ല. അതവിടെ ഇരിക്കട്ടെ. ഇനി പാവികൾക്ക് വേണ്ടി മുഴുവൻ ചത്തു എന്ന് വെച്ചോ. അപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാം നമുക്ക് എന്ത് പ്രശ്നം? ഇനി ചത്തില്ലേ? ഇനിയിപ്പോൾ ആർക്ക് എന്തിനാണ് അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യം? പോട്ടെ. ഇനി അത് മാത്രമല്ല, ഈ വിദ്വാനെ കുരിശി അടിക്കണമെന്നുണ്ടെങ്കിൽ പ്ലാൻ അനുസരിച്ച് ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ യൂദാസ് ഇല്ലാതെ ഈ പണി നടക്കുവോളൂ? യൂദാസ് ഒറ്റിക്കൊടുത്തത്. യൂദാസ് ഇല്ലെന്നുണ്ടെങ്കിൽ യൂദാസിന് പള്ളി എന്തിയേ? ഈ കുറ്റം മുഴുവൻ ഏൽക്കേണ്ടി വന്നില്ലേ അയാള്? ഈ വിദ്വാനെ എല്ലാവരും രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ഒറ്റി കൊടുക്കണ്ടേ? അപ്പോൾ ഏറ്റവും കൂടുതൽ ആരാധിക്കേണ്ട ആരെയാണ്? യൂദാസിന് എന്താണ് പള്ളിയില്ലാത്തത്? യൂദാസ് ഒറ്റിക്കൊടുത്തവനല്ലേ? ഒറ്റിക്കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഈ പ്ലാൻ നടക്കുവോ? ഏറ്റവും കൂടുതൽ പേരുദോഷം ഉണ്ടായിരിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെ രക്ഷിക്കാൻ വേണ്ടി യേശുക്രിസ്തു വന്ന് ചത്തു എന്നാണല്ലോ കഥ. ആ ചാകണമെന്നുണ്ടെങ്കിൽ ഇയാൾ ഒറ്റി കൊടുക്കണ്ടേ? ഒറ്റി കൊടുത്തവനല്ലേ ഈ കുറ്റം മുഴുവൻ ഏറ്റിരിക്കുന്നത്? അവനെയല്ലേ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടത്? ഇയാൾ പറ. അപ്പോൾ കഥ ഉണ്ടാക്കുമ്പോൾ ചൊവ്വനേരം ഉണ്ടാക്കാനും കൂടെ അറിഞ്ഞുകൂടാത്ത കഥയും കൂടെ ആണെന്ന് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പുസ്തകമൊക്കെ ഇതുപോലത്തെ പുസ്തകങ്ങളല്ലേ ഇന്ത്യയിലുണ്ടായ എല്ലാ ദൈവം അവതരിച്ച സകല ദൈവം ആളുകളെ കൊല്ലാനാണ് ഉണ്ടായത്. വെട്ടുകത്തി മഴുവാരിയൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എല്ലാം കൂടെ. അമ്പും മില്ലും. സ്നേഹിക്കാൻ ഒരു ദൈവത്തിനെ കണ്ടുപിടിക്കാൻ കഴിയില്ലാത്തതാണ് ഈ ഇന്ത്യക്കാരൻ. ഒറ്റ ദൈവം കൊണ്ടുള്ളൂ സ്നേഹിക്കാനായിട്ട് ഇവിടെ ഇന്ത്യക്കാരനുണ്ടാക്കി. ഒന്നുമില്ല യേശുക്രിസ്തു ഒക്കെ അയലത്തുകാരനെ സ്നേഹിക്കാനെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഈ കൊരങ്ങന്മാരുടെ ഈ 10 അവതാരം എന്തോ ഇതിന് കൊള്ളുള്ളൂ. താനൊന്ന് ആലോചിക്കും.
കുത്തിപ്പോക്കാനും വെട്ടിക്കൊല്ലാനും കുടലുമാല വലിച്ചു കീറി തിന്നാനും. എന്തൊരു പ്രാകൃത ദൈവങ്ങളെയാണ് ഇവനൊക്കെ കണ്ടുപിടിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്ക്. 10 ഒരെണ്ണം 2 ആണെങ്കിൽ പോട്ടെ, തെറ്റി. ഇത് 10 എണ്ണവും കൊല്ലാനുണ്ടായി. ഒരുത്തൻ മാത്രമാണ് കലപ്പയും കൊണ്ട് നടക്കുന്നത്. അവനെ ആണെങ്കിൽ ആരും ആരാധിക്കുന്നില്ല. ബാലരാമൻ എന്ന് പറഞ്ഞൊരു ഒരുത്തനുണ്ട്. അവനെ ആരും തിരിഞ്ഞു പോലും നോക്കുക. കലപ്പയുള്ളവനെ വേണ്ട. ചക്രായുധം അത് വേണം. കൊലയാളി ദൈവങ്ങളെ മാത്രം ഉണ്ടാക്കിയ നാടാണ് ഈ ഇന്ത്യക്കാരുടെ. അത് വായിച്ച പുസ്തകങ്ങളില് ഖുറാനാണോ ഭഗവത്ഗീതയാണോ ബൈബിളാണോ ഇഷ്ടം? അത് 3 ഞാൻ ഒരുപോലെ കുപ്പത്തൊട്ടി കളയും. നോക്കുപോലും ചെയ്യത്തില്ല. കാരണം ഈ ഏറ്റവും നല്ല ഭരണഘടനയാണ് നമുക്കുള്ളത്, അതാണ് വായിക്കേണ്ടത്. ഈ മൈത്രേയൻ ഒരുപക്ഷെ ഇങ്ങനൊരു ക്രിസ്ത്യനിലോ ഹിന്ദുവിലോ മുസ്ലിമിലോ ആണ് ജനിച്ചിരുന്നെങ്കിൽ, അല്ലെ അപ്പനും അമ്മയും ഇങ്ങനെ വിശ്വാസം പഠിപ്പിച്ചാൽ വളർത്തിയിരുന്നെങ്കിൽ, ഇങ്ങനൊരു മൈത്രേയൻ ഇവിടെ ഇരിക്കുവോ? അവരെല്ലാവരും ഇതുപോലത്തെ ഒക്കെ പഠിപ്പിച്ചതാണ്. അതെല്ലാം എടുത്ത് തോട്ടി കളഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പഠിപ്പിച്ചിരുന്നോ? പഠിപ്പിച്ചിരുന്നു. അവിടെ ഞാൻ പോയിട്ട് 10 കൊല്ലത്തോളം ഈ ഇന്ത്യൻ ഫിലോസഫി പഠിച്ച ഒരുത്തനു. ഓക്കെ, ആ കഥയൊന്ന് പങ്കുവെക്കുവോ? 21ാമത്തെ വയസ്സ് വീട് വിട്ടു പോയി സന്യാസ. ഞാൻ ശരിക്കും പറഞ്ഞാൽ സന്യസിക്കാനല്ല പോയത്. പഠിച്ചത് ഒരു വേൾഡ് ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് അവർ എന്നെ പറഞ്ഞു പറ്റിച്ചതാണെന്ന് പറയേണ്ടി വരും. അവരെഴുതിയ ഒരു പ്രോസ്പെക്ടസ് വായിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രഹ്മവിദ്യ. അതിനകത്ത് ഇങ്ങനെ ഉണ്ട്, മതിലുകളില്ലാതെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയും ഇഷ്ടമുള്ളവരുടെ കൂടെ നിന്ന് പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ്, ഒരു പ്രോസ്പെക്ടസ്. യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അത് വായിച്ചിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ നാരായണ ഗുരുകുലത്തിന് ഒരു സബ്സിഡറി ആയിട്ട് ഉണ്ടായിരിക്കുന്ന സാധനമായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നാരായണ ഗുരുവിൻ്റെ ഫിലോസഫിയും സാധനങ്ങളും ഇന്ത്യൻ ഫിലോസഫി എല്ലാം പഠിച്ച് സകല ബൈബിളും ഖുറാനും എല്ലാം ഇരുന്ന് വായിച്ച് ഇതെല്ലാം മനസ്സിലായപ്പോഴാണ് കാശിന് കൊള്ളത്തില്ലെന്ന് മനസ്സിലായി. അത് ഞാൻ അവിടെ വിട്ടിട്ട് പോകുന്നു. പിന്നെ അങ്ങോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല. 9 വർഷം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2 കൊല്ലം കൂടെ ഞാൻ തന്നെത്താനും പ്രാക്ടീസ്. ഇനി അവർ പഠിപ്പിക്കുന്നതിനല്ല, നമ്മൾ തന്നെത്താൻ പ്രാക്ടീസ് ചെയ്തും കൂടെ നോക്കാം. അത് നോക്കി കാശിന് കൊള്ളത്തില്ലെന്ന് ബോധ്യമായതിനു ശേഷം കളഞ്ഞിട്ടുള്ളതാണ്. എല്ലാം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞതിന് ശേഷം കളഞ്ഞതാ. ഇയാൾക്ക് ഞാൻ ഭഗവത്ഗീതയും പഠിപ്പിക്കാൻ അറിയാം, ഈ ഉപനിഷത്തും പഠിപ്പിക്കാൻ അറിയാം, നാരായണൻ്റെ കൃതിയും ശങ്കരാചാര്യരുടെ കൃതി ഇതെല്ലാം വായിച്ച് എനിക്കിതൊക്കെ പഠിപ്പിക്കാൻ അറിയാം. അത് പഠിപ്പിക്കാൻ അറിയാം, ബൈബിളും പഠിപ്പിക്കാൻ അറിയാം. ഇതൊക്കെ പഠിപ്പിക്കാൻ അറിയാവുന്ന ആൾ തന്നെയാണ്. അത് അറിയുമ്പോൾ തന്നെ കാശിന് കൊള്ളത്തില്ലെന്നാണ് ഞാൻ ഈ പറയുന്നത്. അതിനേക്കാളും മെച്ചപ്പെട്ട സാധനം നമുക്ക് ഇന്ന് എഴുതാം. ഞാൻ പഴയ ഓർമ്മകളിലേക്ക് ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ. ഇത് ഞാനും ചേച്ചിയും കൊണ്ടിരിക്കുന്നത്. ഒന്ന് ആ ഫോട്ടോയെ പറ്റി ഒന്ന് പറയൂ. എന്താണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ, എനിക്കൊന്ന് കനി ഉണ്ടാകുന്നതിന് മുമ്പുള്ള പടമാണ്. അന്നൊരു ഉശിരനാണല്ലോ. ഇന്ന് ഉശിരന് കുറവൊന്നുമില്ല. അന്ന് സത്യത്തിൽ ഞാനന്ന് മെലിഞ്ഞായിരിക്കുന്നത്. ഞാനൊരു ബോഡി ബിൽഡറും വെയിറ്റ് ലിഫ്റ്ററും ആയിരുന്നു. എൻ്റെ ചേട്ടനുമായിട്ട് ചേർന്ന് ഹരിപ്പാട് ബ്രദേഴ്സ് ജിംനേഷ്യം എന്ന് പറഞ്ഞൊരു ജിംനേഷ്യം നടത്തിയിരുന്ന ആളാണ്. അന്ന് അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. ഞാൻ സ്പോർട്സ് ആക്ടിവിറ്റിയിലെല്ലാം ഉണ്ടായിരുന്നു. സ്പോർട്സിൽ ഏതിലൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ ഷോട്ട് പുട്ട് എറിയുമായിരുന്നു. പിന്നെ ഈ ക്രിക്കറ്റ് കളിച്ചിട്ട്, പക്ഷേ നല്ല കളിക്കാരൻ. ബാഡ്മിൻ്റൺ നന്നായിട്ട് കളിക്കായിരുന്നു. പിന്നെ അത്രയൊക്കെ കൊള്ളാവുന്നൊരു കളിയല്ല ക്യാരംസ് കളിക്കുന്നത്. ചാമ്പ്യൻ ആയായിരുന്നു കോളേജിൽ. എൻ്റെ പാർട്ട്ണറായിട്ട് ജയിച്ചത് ഭീമൻ രഘുവാണ്. സിനിമാടൻ. അപ്പോൾ അത് അയാൾക്കിപ്പോൾ എന്നെ അറിഞ്ഞുകൂടായിരിക്കും. ഞാനാണ് കാണട്ടെ. അല്ല, ഭീമൻ രഘുവിന് ഇപ്പം അറിയാമായിരിക്കും. അന്ന് എൻ്റെ ചേട്ടനും ഞാനും കൂടെ പോയിട്ടാണ് അവിടെ ആലപ്പുഴയിലെ സ്വാമി ജിംനേഷ്യം എന്ന് പറഞ്ഞ ജിംനേഷ്യത്തിനകത്ത് ഇവരെല്ലാവരും ഉണ്ട്. ഈ രഘുവൊക്കെ അതിനകത്ത് ഒരാളാണ്. അവിടെ പൈ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു, ഒരു ഉണ്ണികൃഷ്ണനുണ്ട്. ഇവരെല്ലാവരും വെയിറ്റ് ലിഫ്റ്റേഴ്സും ബോഡി ബിൽഡേഴ്സും ആയിരുന്നു. അപ്പോൾ അവരെയൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹരിപ്പാട് ഒരു ജിംനേഷ്യം ആരംഭിച്ച് അതിനകത്ത് അവിടുന്ന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിട്ടുണ്ട്. നാഷണൽ ലെവൽ വരെ ഉണ്ടായ ആൾക്കാരുണ്ട്. എന്റെ ശ്രദ്ധയിൽപ്പെട്ട 2 കമന്റ് ഞാൻ വായിക്കാം. ഇങ്ങനെയാണ് എന്നെ ചീത്ത കേൾപ്പിക്കുന്നത്. അല്ല, കൊടുക്കാനുള്ള മറുപടികൾ ഇപ്പം കൊടുക്കാം. ആ ഒരു സ്നേഹം ഉള്ളതുകൊണ്ടാ കേട്ടോ. ഓക്കെ. മൈത്രേയൻ ഒരു വിചാരമുണ്ട്, മൈത്രേയൻ രാജാവും ബാക്കിയുള്ളവരും മൊണ്ണകളും. ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല. എൻ്റെ മുന്നേ ഇരുന്ന് ഈ പഴഞ്ചൻ സാധനങ്ങളൊക്കെ ഈ ബൈബിളും ഖുറാനും ഒക്കെ എടുത്ത് കാണിക്കുകയാണെങ്കിൽ മണ്ടന്മാരാണെന്ന് വിചാരിക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഭരണഘടന അറിയാവുന്ന ഒരാളെ എന്നോട് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയത്തില്ല. അപ്പോഴാണത് പറയുന്നത്. ഈ കാളവണ്ടിയും കൊണ്ട് ഒരുത്തം വരുമ്പോൾ കാറുമായിട്ട് നമ്മൾ ഓടി കാറോ അല്ലെന്നുണ്ടെങ്കിൽ ഈ റോൾസ് റോയ്സ് കാറിനകത്താണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ ഒരുത്തൻ കാളവണ്ടിയാണ് കേട്ട് വന്നിട്ട് ഇതിനെപ്പറ്റി ആ അഭിപ്രായം എന്ത് പറയുന്നത്, ഈ കാളവണ്ടിയാണോ കുതിരവണ്ടിയാണോ നല്ലത് എന്നൊക്കെ നേരത്തെ ഇയാൾ ചോദിച്ചില്ലേ? അതുപോലത്തെ ചോദ്യമാണ്. ഖുറാനാണ്, ബൈബിളാണ്, ഭഗവത്ഗീതയാണോ എന്ന് ചോദിക്കുമ്പോൾ കാളവണ്ടിയാണ് കുതിരവണ്ടിയാണെന്ന് ചേട്ടാ അതൊക്കെ എടുത്ത് തോട്ടിക്കളാ, നമുക്ക് പ്ലെയിൻ ഉണ്ട് ഇപ്പോൾ. നല്ല മറുപടി. ലാസ്റ്റ് ആയിട്ടൊന്ന് വെച്ചോട്ടെ.
സ്വന്തം മകളെ ജനിപ്പിച്ചു. ആ മകളെ 20 വയസ്സ് കഴിഞ്ഞ് വളർത്താൻ ത്രാണിയില്ലാത്ത നിങ്ങൾ എന്തൊരു തന്തയാണ്. 20 വയസ്സ് കഴിഞ്ഞ് വളർത്തുന്നമാർ, ഞാൻ അവന്മാരെ വിളിക്കുന്നത് മുണ്ണേശ്വരന്മാർ എന്നേ പറയുന്നുള്ളൂ. അതുകൊണ്ട് 18 വയസ്സാകുമ്പോൾ പൗരരായി കഴിഞ്ഞിട്ടുണ്ട്. അവരെ പിന്നെ വളർത്തുന്നത് മീൻ കറി വെച്ച് വറുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയും തീയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നവന്മാരാണ്. അങ്ങനെയാണ് ഈ നാട്ടിലുള്ള വീടുകളിൽ മുഴുവനും സംഘർഷം. ഇത്രയധികം കുടുംബ കോടതിയിൽ ആൾക്കാർ പോകുന്നത് ഈ അമ്മയച്ഛന്മാർ ഈ പിള്ളേരെ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീടുകളിൽ ഭാര്യ ഭർത്താക്കന്മാരും അടി മുഴുവൻ ഈ അമ്മയച്ഛന്മാർ കാരണമാണ് ഉണ്ടാകുന്നത്. വളർത്തൽ തീരത്തില്ല. സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത് അവരുടെ കൂടെ പോയിട്ട് അത് പുതിയ യൂണിറ്റ് ആണെന്നെങ്കിലും അറിയണ്ടേ, അവിടെ പോവും, അഭിപ്രായം പറയും, അടുപ്പിക്കും, എന്നിട്ട് അതുങ്ങളെല്ലാം തിരിച്ച് വീട്ടിൽ വന്നിട്ട് അവരെ നോക്കിക്കാനും പറ്റുമെന്ന് നോക്കും. ഇതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരാണ് വളർത്തലുകാർ. അപ്പൊ അവസാനം ഒരു ഫോട്ടോ കൂടെ കാണിക്കാം. ലാസ്റ്റ് ചിത്രം. സിനിമകളിൽ അഭിനയിച്ചു. ബിരിയാണി കണ്ടോ പടം? ഞാൻ എല്ലാ പടവും കണ്ടു. ഇഷ്ടപ്പെട്ട പടം അഭിനയിച്ച പടങ്ങളെല്ലാം അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗേൾസ് വിൽ ബി ഗേൾസ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ അവളെ അഭിനയിച്ചതല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. രണ്ടാമത് പിന്നെ ഓൾവി, അത് 2-3 എണ്ണം ഉണ്ട്. മലയാള സിനിമകളെക്കാൾ മകൾ പറന്നല്ലോ. അത് അവളുടെ കഴിവല്ലേ. എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ, അതുകൊണ്ട് ഞാനുമായിട്ട് അതിനകത്ത് എന്ത് ബന്ധമാണ്. എൻ്റെ യാതൊരു കോൺട്രിബ്യൂഷനും അവൾ അഭിനയിക്കുന്നതിനകത്തില്ല. എപ്പോഴെങ്കിലും അച്ഛനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ മകള് എന്ത്? ഞാൻ അഭിനയിക്കാൻ പോയിക്കോട്ടെ? ഇല്ല, ആവശ്യമില്ല. എൻ്റെ ആവശ്യം ഒരിക്കലും വരത്തില്ല. അവൾ അഭിനയിക്കാൻ പോകുന്നത് അവളുടെ കൂട്ടുകാർ അവരുടെ അടുത്ത് ചോദിക്കുന്നതാണ്, അവൾ അഭിനയിക്കാൻ ചെല്ലുമോ എന്ന് ചോദിച്ച്, നാടകത്തിനകത്ത് അഭിനയിക്കാൻ ചെല്ലുമോ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ അവൾ പോകട്ടെ എന്ന് ചോദിക്കുന്നത് എനിക്കെതിരെതിരും ഇല്ലാത്ത കാര്യമാണെന്ന് അറിയാവുന്ന കാരണം കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ചോദിക്കുകയും പറയുകയൊന്നും വേണ്ടിയൊന്നുമില്ല. അവൾ പോയി അഭിനയിക്കുന്നുണ്ട്, അന്ന് തൊട്ട് അഭിനയിക്കുന്നുണ്ട്. തെരുവ് നാടകങ്ങളിലൊക്കെ ആയിരുന്നു ആദ്യം അഭിനയിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നാടകങ്ങളിലൊക്കെ അഭിനയിച്ച്, അതിനുശേഷം സീരിയലിലൊക്കെ അഭിനയിച്ച്, ഇതൊക്കെ കഴിഞ്ഞിട്ട് സിനിമകളിൽ അഭിനയിക്കുന്നത്. അതിലൊരു അഭിമാനമില്ല അച്ഛന്? അഭിമാനമല്ല, സന്തോഷമുള്ളത്. സന്തോഷം. അഭിമാനം എന്ന് പറയുന്നത് ഒരു നല്ല വികാരമല്ല. ഓക്കെ. പ്രൈഡ് എന്ന് പറയുന്നത്, പ്രൈഡ് ഗോസ് ബിഫോർ എ ഫാൾ എന്ന് പറയുന്നില്ലേ, ആ പ്രൈഡ് അത്ര മെച്ചപ്പെട്ട, മറ്റുള്ളവരെ തോപ്പിച്ച് എന്തോ ഉണ്ടാക്കുന്ന ഒരു സാധനത്തിനെയാണ് പ്രൈഡ് എന്ന് പറയുന്നത്. ഐ എം പ്രൗഡ് ഓഫ് എന്ന് പറയുന്നത്, ഐ എം നോട്ട് പ്രൗഡ് ഓഫ് എനിത്തിങ്. ഈ താടി എടുത്ത് മാറ്റിയോ താഴത്തെ? അതെടുത്ത്, താടിയില്ലാതെ ഞാൻ ജീവിക്കത്തില്ലെന്ന് അവന്മാർക്ക് പറയുന്ന പോലെ. ആര് പറഞ്ഞു? ആൾക്കാരിങ്ങനെ മീശയാണ് നമ്മുടെ ഒരു എന്താണ് ഐഡന്റിറ്റി എന്നൊക്കെ പറഞ്ഞില്ല. അപ്പൊ എടുക്കും. അപ്പൊ ഒത്തിരി സന്തോഷം ഇതുവരെ സംസാരിച്ചതിൽ, നല്ല വാക്കുകൾക്കും. അപ്പൊ മൈത്രേയന്റെ തട്ട് താണു തന്നെ ഇരിക്കും. അപ്പൊ എല്ലാവിധ ആശംസകളും മുന്നോട്ട് നേർന്നുകൊണ്ട് താങ്ക് യു.